ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു എക്കണോമിക്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ക്ലാസിക്കൽ മോഡൽ ഓഫ് ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെൻറ്റ് എന്നുള്ള ടോപ്പിക്കാണ് പറയാൻ പോകുന്നത്. ക്ലാസിക്കൽ മോഡൽ ഓഫ് ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെൻറ്റ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ടും എംപ്ലോയ്മെൻറ്റും എങ്ങനെയാണ് നിശ്ചയിക്കുന്നതെന്ന് ക്ലാസിക്കൽസ് എങ്ങനെയാണ് പറഞ്ഞു വച്ചിരിക്കുന്നത് എന്നാണ് ഈ തിയറി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. Classical model of output and employment. The theory of employment developed by Mill, Say and Pigou. അതായത് മില്ല്, സേ, പിഗു അവരൊക്കെയാണ് ഈ ക്ലാസിക്കൽ മോഡൽസിൻ്റെ ബന്ധപ്പെട്ട ആൾക്കാർ നമുക്കറിയാം. അപ്പോൾ അവരാണ് ഈ ഒരു തിയറി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിൽ കുറച്ച് അസംഷൻസ് ഉണ്ട്. അസംഷൻസാണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അസംഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സിസ്റ്റൻസ് ഓഫ് ഫുൾ എംപ്ലോയ്മെൻറ്റ് വിതൗട്ട് ഇൻഫ്ലേഷൻ, ക്ലോസ്ഡ് ലെസേഴ്സ്ഫെയർ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി, perfect competition in the product and labor market, labor is homogeneous, total expenditure equal to consumption expenditure plus investment expenditure, quantity of money is constant, wage, interest and prices are flexible in downward direction. മെയിനായിട്ടും ഫുൾ എംപ്ലോയ്മെൻ്റ് ആണ്, ഇൻഫ്ലേഷൻ ഒന്നുമില്ലാതെ ഫുൾ എംപ്ലോയ്മെൻ്റ് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നതെന്നാണ് അസ്യൂം ചെയ്ത് വെച്ചിരിക്കുന്നത്. രണ്ടാമത്തെ അസംഷൻ എന്ന് പറഞ്ഞാൽ ലെസേഴ്സ്ഫെയർ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി ആണ്, ക്ലോസ്ഡ് ലെസേഴ്സ്ഫെയർ എക്കോണമി എന്നാണ് പറയുന്നത്. പിന്നെ പ്രൊഡക്റ്റ് മാർക്കറ്റിലും ലേബർ മാർക്കറ്റിലും പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണെന്നാണ് പറയുന്നത്. പിന്നെ ലേബർ ഈസ് ഹോമോജീനിയസ്, ലേബർ എന്ന് പറയുന്നത് ഹോമോജീനിയസ് ആണ്. ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഈക്വൽ ടു കൺസംഷൻ എക്സ്പെൻഡിച്ചർ പ്ലസ് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ. കൺസംഷൻ എക്സ്പെൻഡിച്ചറും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചറിൻ്റെയും രണ്ടിൻ്റെയും കൂടെ സമ്മാണ് ടോട്ടൽ എക്സ്പെൻഡിച്ചറായിട്ട് കണക്കാക്കുന്നത്. ക്വാണ്ടിറ്റി ഓഫ് മണി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ടാണ് ക്ലാസിക്കൽസ് കാണുന്നത്. വേജ്, ഇൻട്രസ്റ്റ് ആൻഡ് പ്രൈസസ് ആർ ഫ്ലെക്സിബിൾ ഇൻ ഡൗൺവേർഡ് ഡയറക്ഷൻ. വേജ്, ഇൻട്രസ്റ്റ്, പ്രൈസ് അതിൻ്റെ മൂന്നിൻ്റെയും ഒരു ഇതാണ് പറയുന്നത്. അതിൻ്റെ മാറ്റങ്ങളെ പറ്റിയാണ് ഇതിൽ മെയിനായിട്ടും പറയുന്നത്. അപ്പോൾ വേജ്, ഇൻട്രസ്റ്റ് ആൻഡ് പ്രൈസ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ആണ്, അതും ഡൗൺവേർഡ് ഡയറക്ഷനിലാണ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ളത്. ഒരു 3 അസംഷൻസും കൂടി ഉണ്ട്. മണി, വേജ് ആൻഡ് റിയൽ വേജ് ആർ ഡയറക്ട്ലി റിലേറ്റഡ്. സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ടെക്നോളജി ആർ കോൺസ്റ്റൻറ്റ് ഇൻ ഷോർട്ട് റൺ. സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ്. മണി, വേജും റിയൽ വേജും ഡയറക്ട്ലി റിലേറ്റഡ് ആണ്. അതുപോലെ തന്നെ സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ടെക്നോളജിക്കൽ നോളജ്, ടെക്നോളജി എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ടെക്നോളജിക്കൽ നോളജ് ആണ്. അപ്പം സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ, ടെക്നോളജിക്കൽ നോളജ് എന്നൊക്കെ പറയുന്നത് ഷോർട്ട് റണ്ണിൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും, അങ്ങനെയാണ് അസ്യൂം ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ അടുത്തത് സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ്. സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ് നമുക്കറിയാലോ, സെയിൽസ് ഓഫ് മാർക്കറ്റ്. അപ്പോൾ അതും ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എങ്ങനെ കുറച്ച് അസംഷൻസ് ആണ്. അസംഷൻസ് കഴിഞ്ഞിട്ട് നമുക്ക് കാര്യത്തിലേക്ക് വരാം. The equilibrium level of employment and output are determined in the classical theory on the basis of intersection of demand curve of labor and supply curve of labor. അതായത് എംപ്ലോയ്മെൻറ്റും അതുപോലെ തന്നെ ഔട്ട്പുട്ടും ഡിറ്റർമൈൻ ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ഇക്വിലിബ്രിയം ലെവൽസ് എന്ന് പറഞ്ഞാൽ ഡിറ്റർമൈൻ ചെയ്തിരിക്കുന്നത് ഡിമാൻഡ് കർവ് ഫോർ ലേബറിൻ്റെയും സപ്ലൈ കർവ് ഫോർ ലേബറിൻ്റെയും ഇൻ്റർസെക്ഷനിലാണ്. അങ്ങനെയാണ് ക്ലാസിക്കൽ തിയറിയിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പം ഡിമാൻഡ് കർവ് ഫോർ ലേബർ ആൻഡ് സപ്ലൈ കർവ് ഫോർ ലേബർ അതിൻ്റെ ഇൻ്റർസെക്ഷൻ പോയിൻ്റ് ആണ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഔട്ട്പുട്ടിൻ്റെ ഇക്വിലിബ്രിയം ലെവൽസ് എന്ന് പറയുന്നത്. ഇവിടെ ഡിമാൻഡ് കർവ് ഫോർ ലേബർ റെപ്രസെൻറ്റ്സ് മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ. ഇവിടെ ഡിമാൻഡ് കർവ് ഫോർ ലേബർ എന്ന് പറയുന്നത് മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ കൊണ്ടാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ, MPPL എന്നതിൻ്റെ ഷോർട്ട് ഫോം എഴുതാൻ പറ്റും. അപ്പം മെയിനായിട്ടും പറയുന്നത് ഇക്വിലിബ്രിയം ഓഫ് ലെവൽ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഡിറ്റർമൈൻ ചെയ്തിരിക്കുന്നത് ഡിമാൻഡ് ഫോർ ലേബർ അതുപോലെ തന്നെ സപ്ലൈ ഫോർ ലേബറിൻ്റെ ഇൻ്റർസെക്ഷൻ പോയിന്റിലാണ്. ഈ ഡിമാൻഡ് ഫോർ ലേബർ എന്ന് പറയുന്നത് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ ആണ്. MPPL, increment in the total product resulting from the addition of a unit of labor. MPPL decreases then the labor employed increases due to the operation of diminishing returns, thus the demand curve sloping downward. Profit is maximized by the producer when the revenue from the sale of extra output produced by an additional unit of labor is equal to wage rate. അപ്പം MPPL എന്ന് പറഞ്ഞാൽ മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ എന്ന് വെച്ച് ഉദ്ദേശിക്കുന്നത് ഇൻക്രിമെൻറ്റ് ഇൻ ദ ടോട്ടൽ പ്രൊഡക്റ്റ് റിസൾട്ടിങ് ഫ്രം ദ അഡീഷൻ ഓഫ് എ യൂണിറ്റ് ഓഫ് ലേബർ. ഒരു യൂണിറ്റ് ലേബറും കൂടെ നമ്മൾ അഡീഷനായിട്ട് ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ പ്രൊഡക്റ്റിൽ ഉണ്ടാകുന്ന ഇൻക്രിമെൻറ്റ്
ആ ഒരു റിസൾട്ട് ഇൻ ഇൻക്രിമെൻറ്റിനെയാണ് MPPL എന്നുള്ള പദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. മനസ്സിലായല്ലോ. അപ്പം MPPL ഡിക്രീസസ്, ദെൻ ദ ലേബർ എംപ്ലോയിയുടെ ഇൻക്രീസസ്. MPPL ഡിക്രീസ് ചെയ്യുമ്പോൾ ലേബറിനെ എംപ്ലോയ് ചെയ്തിരിക്കുന്നത് കൂടും, ഇൻക്രീസ് ചെയ്യും. അതായത് ഡിമിനിഷിങ് റിട്ടേൺസ് ആണ് അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്ര എഴുതിയാൽ മതി. MPPL ഡിക്രീസസ്, ദെൻ ദ ലേബർ എംപ്ലോയിയുടെ ഇൻക്രീസസ് ഡ്യൂ ടു ദ ഓപ്പറേഷൻ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺസ്. അങ്ങനെ വരുമ്പോൾ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഡൗൺവേർഡ് സ്ലോപ്പ് ആവും. അപ്പം മെയിനായിട്ടും രണ്ട് കാര്യമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. MPPL എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു യൂണിറ്റ് ഓഫ് ലേബർ കൂടി നമ്മൾ അഡീഷനായിട്ട് ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ പ്രൊഡക്റ്റിൽ എത്രത്തോളം ഇൻക്രിമെൻ്റ് ഉണ്ടാകുന്നു അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് MPPL യൂസ് ചെയ്തിരിക്കുന്നത്. MPPL ഡിക്രീസ് ചെയ്യുക എന്ന് വെച്ചാൽ അർത്ഥം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലേബർ എംപ്ലോയിഡ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുന്നു. അവിടെ അത് ചേഞ്ച് ചെയ്യാനുള്ള കാരണം ഡിമിനിഷിങ് റിട്ടേൺസ് ആണ്. അങ്ങനെ വരുമ്പോൾ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഡൗൺവേർഡ് സ്ലോപ്പ് ആവും. അടുത്ത പോയിന്റ്, പ്രോഫിറ്റ് ഈസ് മാക്സിമൈസ്ഡ് ബൈ ദ പ്രൊഡ്യൂസർ വെൻ ദ റവന്യൂ ഫ്രം ദ സെയിൽ ഓഫ് എക്സ്ട്രാ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ആൻ അഡീഷണൽ യൂണിറ്റ് ഓഫ് ലേബർ ജസ്റ്റ് ഈക്വൽ ടു വേജ് റേറ്റ്. ഇവിടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഒരു പ്രൊഡ്യൂസർ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രൊഡ്യൂസർ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്നത് എപ്പോഴാണ്? ദ റവന്യൂ ഫ്രം ദ സെയിൽ ഓഫ് എക്സ്ട്രാ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ആൻ അഡീഷണൽ യൂണിറ്റ് ഓഫ് ലേബർ എന്ന് പറഞ്ഞാൽ MPPL നിന്ന് MPPL അതായത് അഡീഷണൽ യൂണിറ്റ് ഓഫ് ലേബർ കൊണ്ട് ഉണ്ടാകുന്ന ടോട്ടൽ പ്രൊഡക്റ്റിലുള്ള ഇൻക്രീസ് അല്ലെ, ഈ പ്രൊഡക്റ്റ് സെല്ല് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന റവന്യൂ, ആ റവന്യൂ എന്ന് പറയുന്നത് വേജ് റേറ്റിന് ഈക്വൽ ആകുന്ന സമയത്താണ് പ്രോഫിറ്റ് മാക്സിമൈസ് ആകുന്നത് എന്നാണ് ക്ലാസിക്കൽസ് പറയുന്നത്. പ്രോഫിറ്റ് ഈസ് മാക്സിമൈസ്ഡ് ബൈ ദ പ്രൊഡ്യൂസർ വെൻ ദ റവന്യൂ ഫ്രം ദ സെയിൽ ഓഫ് എക്സ്ട്രാ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ആൻ അഡീഷണൽ യൂണിറ്റ് ഓഫ് ലേബർ. ഇവിടെ സെയിൽ ഓഫ് എക്സ്ട്രാ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ആൻ ഔട്ട്പുട്ട് ഓഫ് ലേബർ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് MPPL ആണ്. MPPL അപ്പം ഇത് കണ്ടുപിടിക്കാൻ പ്രൈസ് ഇൻറ്റു MPPL ചെയ്താൽ മതി. റവന്യൂ ഫ്രം ദ ഈ റവന്യൂ MPPL കൊണ്ട് കിട്ടുന്ന ടോട്ടൽ പ്രൊഡക്റ്റിലുണ്ടാകുന്ന പ്രൊഡക്ട്സ് വിറ്റ് കഴിഞ്ഞ് കിട്ടുന്ന സെയിൽ റവന്യൂ എന്ന് പറയുന്നത് പ്രൈസ് ഇൻറ്റു MPPL ആണ് കണക്കാക്കുന്നത്. ഈ പ്രൈസ് ഇൻറ്റു MPPL എന്ന് പറയുന്നത് ഈക്വൽ ടു വേജ് റേറ്റിന് ഈക്വൽ ആകുമ്പോൾ പ്രോഫിറ്റ് പ്രൊഡ്യൂസർ മാക്സിമൈസ് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പം profit is maximized by the producer when the revenue from the sale of extra output produced by the additional unit of labor just equal to wage rate. W equal to P into MPPL. അങ്ങനെയാണ് ഇതിനെ സൂചിപ്പിക്കുന്നത്. ഡിവൈഡിങ് ബോത്ത് സൈഡ്സ് ബൈ P. ഈ രണ്ട് സൈഡും P കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം W equal to P ഇൻറ്റു MPPL എന്ന് പറഞ്ഞു. അപ്പോൾ W ബൈ P തന്നെയാവും. P ഇൻറ്റു MPPL ബൈ P എന്ന് പറയുമ്പം പിയും കട്ടായിട്ട് MPPL മാത്രമായിട്ട് നിൽക്കും. അങ്ങനെ വരുമ്പോൾ W ബൈ P ഈക്വൽ ടു MPPL എന്നുള്ള ഇത് കിട്ടും. The level of employment consists with profit maximization is the level at which the real wage rate is equal to MPPL. അതായത് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്ത് കഴിഞ്ഞുള്ള ആ ലെവലിൽ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് റിയൽ വേജ് റേറ്റ് ഈക്വൽസ് ടു MPPL. ഈ W ബൈ P എന്ന് പറയുന്നത് റിയൽ വേജ് റേറ്റ് ആണ്. ഈ റിയൽ വേജ് റേറ്റ് മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്റ്റ് ഓഫ് ലേബറിന് ഈക്വൽ ആകുന്ന സമയത്താണ് ലെവൽ ഓഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ്റെ ലെവലിൽ എത്തുന്നത്. ആ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്തെത്തുന്ന ആ സമയത്തുള്ള എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് റിയൽ വേജ് റേറ്റ് MPPLന് ഈക്വൽ ആകുന്ന സമയത്താണ്. Employers will expand employment only if there is a reduction in the real wage rate. ഈ റിയൽ വേജ് റേറ്റിൽ ഒരു റിഡക്ഷൻ ഉണ്ടായാൽ മാത്രമാണ് എംപ്ലോയ്മെൻറ്റ് എക്സ്പാൻഡ് ചെയ്യുകയുള്ളൂ. എംപ്ലോയ്മെൻറ്റ് കൂട്ടാൻ വേണ്ടി ശ്രമിക്കുന്നത് എപ്പോഴാണ്? ഈ റിയൽ വേജ് റേറ്റ് കുറയ്ക്കുമ്പോൾ മാത്രമാണ് എംപ്ലോയ്മെൻറ്റ് കൂട്ടാൻ സാധ്യതയുള്ളൂ. മോർ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് MPPL കുറയ്ക്കാൻ കാരണമാകുന്നു. മോർ എംപ്ലോയ്മെൻറ്റ് റിസൾട്ട്സ് ഇൻ എ ഫോൾ ഇൻ MPPL കുറയ്ക്കാൻ വേണ്ടിയാണ്. എംപ്ലോയ്മെൻറ്റ് കൂടുമ്പോൾ MPPL കുറയുന്നു. അതുകൊണ്ട് തന്നെ എന്ത് പറയാം? ദ എമൗണ്ട് ഓഫ് ലേബർ എംപ്ലോയ്മെൻറ്റ് ഈസ് ആൻ ഇൻവേഴ്സ് ഫംഗ്ഷൻ ഓഫ് ദ റിയൽ വേജ് റേറ്റ്. ഈ എമൗണ്ട് ഓഫ് ലേബർ എംപ്ലോയ്മെൻറ്റും റിയൽ വേജ് റേറ്റും ഇൻവേഴ്സ് ഫംഗ്ഷൻസ് ആണെന്ന് പറയാം. രണ്ടും ഒരെണ്ണം കൂടുമ്പോൾ ഒരെണ്ണം കുറയും. അതായത് എംപ്ലോയ്മെൻറ്റ് ഓഫ് ലേബർ എംപ്ലോയിഡ് എന്ന് പറയുന്നത് കൂടുന്നത് എപ്പോഴാണ്? റിയൽ വേജ് റേറ്റ് കുറയുമ്പോഴാണ്.
അപ്പം നമ്മൾ എന്താ ചെയ്തത്, W ഈക്വൽ ടു P ഇൻറ്റു MPPL എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ കിട്ടിയായിരുന്നു. അതിനെ നമ്മൾ P വെച്ച് രണ്ട് സൈഡും ഡിവൈഡ് ചെയ്തു. അപ്പോൾ W/P ഈക്വൽ ടു MPPL. ഈ W/P എന്ന് പറയുന്നിട്ടുണ്ടെങ്കിൽ റിയൽ വേജ് റേറ്റ് ആണ്. അപ്പോൾ പ്രോഫിറ്റ് മാക്സിമൈസേഷനിൽ എത്തിക്കഴിഞ്ഞിട്ടുള്ള ലെവൽ ഓഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ റിയൽ വേജ് റേറ്റും MPPLും ഈക്വൽ ആകുന്ന പോയിൻ്റാണ്. ഇവിടെ റിയൽ വേജ് റേറ്റിൽ റിഡക്ഷൻ ഉണ്ടായാൽ മാത്രമാണ് എംപ്ലോയ്മെൻറ്റ് കൂട്ടുകയുള്ളൂ. ഈ മോർ എംപ്ലോയ്മെൻറ്റ്, ഈ എംപ്ലോയ്മെൻറ്റ് കൂട്ടുക എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ MPPL കുറയുന്നു. എംപ്ലോയ്മെൻറ്റ് കൂടുമ്പോൾ MPPL കുറയുന്നു. അതുകൊണ്ട് തന്നെ ഇവ രണ്ടും ഇൻവേഴ്സ് ഫങ്ഷൻസ് ആണ്. അതായത് ലേബർ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് ഈസ് ആൻ ഇൻവേഴ്സ് ഫങ്ഷൻ ഓഫ് റിയൽ വേജ് റേറ്റ്, അങ്ങനെ പറയാൻ പറ്റും. ക്ലാസിക്കൽ മോഡൽ ഓഫ് ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് മില്ലസ്, പിഗു എന്നിവർ കൂടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു തിയറി ഓഫ് എംപ്ലോയ്മെൻ്റ് ആണ്. അതിൽ അസംഷൻസ് എന്ന് പറയുന്നത് ഫുൾ എംപ്ലോയ്മെൻ്റ് ആണ്, ലെസസ്ഫിയർ ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയാണ്, ക്ലോസ്ഡ് എക്കോണമിയാണ്. പ്രൊഡക്റ്റ് മാർക്കറ്റിലും ലേബർ മാർക്കറ്റിലും എന്താണ് പെർഫെക്റ്റ് കോമ്പറ്റീഷനാണ്. ലേബർ എന്ന് പറയുന്നത് ഹോമോജീനിയസ് ഫാക്ടറാണ്. ടോട്ടൽ എക്സ്പെൻഡിച്ചറായിട്ട് കണക്കാക്കുന്നത് കൺസംപ്ഷൻ എക്സ്പെൻഡിച്ചർ പ്ലസ് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ആണ്. ക്വാണ്ടിറ്റി ഓഫ് മണി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. വേജ്, ഇൻട്രസ്റ്റ് ആൻഡ് പ്രൈസ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ആണ്, അത് ഡൗൺവേർഡ് ഡയറക്ഷനിൽ. മണി വേജും റിയൽ വേജും ഡയറക്ട്ലി റിലേറ്റഡ് ആണ്. സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റലും ടെക്നോളജിക്കൽ നോളജും ഷോർട്ട് റണ്ണിൽ കോൺസ്റ്റൻ്റ് ആണ്. സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ്. സപ്ലൈ എന്ന് പറയുന്ന ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ക്ലാസിക്കൽ തിയറിയിൽ ഇത്രയാണ് അസംഷൻസ്. ഇനി ക്ലാസിക്കൽ തിയറിയിൽ ഇവർ പറയുന്നത് ഇക്വിലിബ്രിയം ലെവൽസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഡിറ്റർമൈൻ ചെയ്തിരിക്കുന്നത് ഡിമാൻഡ് കർവ് ഫോർ ലേബറും അതുപോലെ തന്നെ സപ്ലൈ കർവ് ഫോർ ലേബറിൻ്റെയും ഇൻ്റർസെക്ഷൻ പോയിൻ്റ് ആണ്. ഈ ഡിമാൻഡ് ഫോർ ലേബർ എന്ന് പറയുന്നത് റെപ്രസെൻ്റ് ചെയ്യുന്നത് മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ ആണ്. മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ, അതായത് MPPL. MPPL എന്ന് പറയുന്നത് ഇൻക്രീസ് ഇൻ ദ ടോട്ടൽ പ്രൊഡക്റ്റ് റിസൾട്ടിങ് ഫ്രം ദ അഡീഷൻ ഓഫ് എ യൂണിറ്റ് ഓഫ് ലേബർ. ഒരു യൂണിറ്റ് ലേബറും കൂടെ നമ്മൾ അഡീഷനായിട്ട് ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ പ്രൊഡക്റ്റിലുണ്ടാകുന്ന ഇൻക്രിമെൻറ്റിനെയാണ് MPPL കാണിക്കുന്നത്. ഈ MPPL എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യുമ്പോൾ ലേബർ എംപ്ലോയിഡ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യും. ഇവിടെ ഡിമിനിഷിങ് റിട്ടേൺസ് ആണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞാൽ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. പിന്നെ പറയുന്നത് ഒരു പ്രൊഡ്യൂസർ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്നത് റവന്യൂ ഫ്രം ദ സെയിൽ ഓഫ് എക്സ്ട്രാ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ആൻ അഡീഷണൽ യൂണിറ്റ് ഓഫ് ലേബർ. അതായത് ഈ MPPL അതിലുണ്ടാകുന്ന ടോട്ടൽ പ്രൊഡക്റ്റിലെ ഇൻക്രിമെൻറ്റ് എന്ന് പറയുന്നത് അതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ അതുപോലെ തന്നെ അത് വേജ് റേറ്റിന് ഈക്വൽ ആകുന്ന സമയത്താണ് പ്രോഫിറ്റ് മാക്സിമൈസ് ആകുന്നത്. അതായത് അതുപോലെ തന്നെ ദ ലെവൽ ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഈ ലെവൽ ഓഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് അതായത് പ്രോഫിറ്റ് മാക്സിമൈസേഷനിൽ എത്തിക്കഴിഞ്ഞ് ലെവൽ ഓഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് റിയൽ വേജ് റേറ്റ് W/P ആണ്. റിയൽ വേജ് റേറ്റ് ഈക്വൽ ടു MPPL ആണ്. എംപ്ലോയേഴ്സ് എംപ്ലോയ്മെൻറ്റ് കൂട്ടും എപ്പോൾ ഈ റിയൽ വേജ് റേറ്റിൽ ഡിക്രീസ് ഉണ്ടാകുമ്പോൾ. റിയൽ വേജ് റേറ്റ് ഡിക്രീസ് ആണെങ്കിൽ എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കൂടിയിരിക്കും. അപ്പോൾ മോർ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് MPPLൻ്റെ ഫോളാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ MPPLൻ്റെ കുറവാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദ എമൗണ്ട് ഓഫ് ലേബർ എംപ്ലോയ്മെൻറ്റും അതുപോലെ തന്നെ റിയൽ വേജ് റേറ്റും ഇൻവേഴ്സ് ഫങ്ഷൻസ് ആണ്. താങ്ക് യു.